Hello, myself Salman Salim. The topic I chosen for my thesis is reimagining architecture school as an inclusive design hub, a Quezon School of Planning and Architecture, Aurangabad. So the term inclusive design is the design of an environment that can be accessed and used by as many as people as possible, irrelevant of the any age, gender and disability. So ഈ ഇൻക്ലൂസീവ് ഡിസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻവയൺമെൻറ്റ് ഇസ് നോട്ട് applies to the building, but also the surrounding open spaces and the environment. ഈ ഇൻക്ലൂസീവ് ഡിസൈൻ എന്നൊരു ടേമിനെ നമുക്ക് ഡിഫറെൻറ്റ് കീ ടേംസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം, ലൈക്ക് റെസ്പോൺസീവ്, ഫ്ലെക്സിബിൾ, അക്കോമഡേറ്റിംഗ്, വെൽക്കമിങ് ആൻഡ് കൺവീനിയൻറ്റ്. So talking about the School of Planning and Architecture, it was begun in 1941 as a department of architecture of Delhi Polytechnic. പിന്നീട് അത് അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഓഫ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. സോ ഇപ്പോൾ ദർ ആർ സെവറൽ അതർ SPAs റണ്ണിങ് അക്രോസ് ദി കൺട്രി. സോ ആർക്കിടെക്ചറൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ടു ഡിസൈൻ ആൻ ആർക്കിടെക്ചർ സ്കൂൾ ആസ് എ inclusive designer, to develop a cross-cultural learning between students and the teachers, also with the public, to develop a engagement system between the students and the public, also with the teachers. So the main aim to, of course, they design a campus for School of Planning and Architecture which promotes inclusive learning environment. So the main objectives are the interaction easiness with അതായത് വേരിയസ് പീപ്പിൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഈസിനെസ് വരുത്തുക, പിന്നെ ക്ലാസ് റൂം സ്റ്റുഡിയോ ആ ഒരു ഫീലിങ്സ് എലിമിനേറ്റ് ചെയ്യുക, പിന്നെ ബിൽഡ് അൺബിൽഡ് അതിൽ ഒരു ഇൻറ്റഗ്രേഷൻ, ബിൽഡ് ഫോമിനെ ഓപ്പൺ സ്പേസ് ആയിട്ട് ഒരു ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരിക. പിന്നെ എവിടെ നിന്നും ഏത് ക്ലാസ് റൂമിൽ മാത്രമല്ല, ഇപ്പോൾ ക്ലാസ് റൂം സ്റ്റുഡിയോ അതിൽ നിന്ന് മാത്രമല്ല, എവിടെ നിന്നും ഏത് കോർണറിൽ നിന്ന് വേണമെങ്കിലും ലേൺ ആൻഡ് ടീച്ച് എന്നൊരു മെത്തഡോളജി കൊണ്ടുവരിക. സോ ഈ ടോപ്പിക്കിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം, അതായത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം ഡ്രാമാറ്റിക്കലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെൻ ഒരു സ്റ്റുഡൻറ്റ് ഒരു ക്യാമ്പസിൽ താമസിച്ചിട്ട് മീൻസ് അവിടുത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻഡ് റേഞ്ചസ് ഓഫ് പീപ്പിളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ, സോ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒരു നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർക്കിടെക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് തന്നെ അത് നമ്മുടെ കൾച്ചറൽ എക്സ്പോഷറിലായാലും സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം കൂട്ടാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇൻ 2015 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പ്രപ്പോസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദ 4th SPA ഇൻ ഔറംഗാബാദ്. സോ അതിനുവേണ്ടിയുള്ള ബഡ്ജറ്റും എല്ലാം ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. പിന്നെ ഇതിനുവേണ്ടി ചെയ്തിരിക്കുന്ന കേസ് സ്റ്റഡീസ് 3 കേസ് സ്റ്റഡീസ് ചെയ്തിരുന്നു. ഒന്ന് സെപ്പ് യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ്, മറ്റേത് ബ്രിക് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ പുനെ, പിന്നെ മെൽബൺ സ്കൂൾ ഓഫ് ഡിസൈൻ ഓസ്ട്രേലിയ. So talking about the site location of the Dr. Baba Sahib Ambedkar Marathwada University in Aurangabad in Maharashtra. So ഈ സൈറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ സോണാണ്. അതായത് ഈ സൈറ്റ് കവേർഡ് വിത്ത് ഡിഫറെൻറ്റ് സെവറൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ സൈറ്റ് ഏരിയ എന്ന് പറയുന്നത് 17.7 acres ആണ്. പിന്നെ ഇത് സൈറ്റിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗോഗബാബ ഹിൽ എന്ന് പറഞ്ഞൊരു ലാർജ് ഹില്ലുണ്ട്, ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആക്സസിബിലിറ്റീസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ് ടുവേർഡ്സ് ദ സൈറ്റ് ആൻഡ് ഫ്രം സൈറ്റ്. ഇതാണ് ആ ഗോഗബാബ ഹിൽ എന്ന് പറയുന്നത്, നേരത്തെ മെൻഷൻ ചെയ്ത ഹില്ല്. സോ ഇത് സൈറ്റിൻ്റെ കോൺടാക്ട്സ് എന്ന് പറയുന്നത്, അതായത് സൈറ്റ് ഒരു എഡ്യൂക്കേഷൻ സോണാണ്. അതുപോലെ തന്നെ സൈറ്റിൻ്റെ 2 സൈഡിലായിട്ട് ലാർജ് വേക്കൻറ്റ് ഓപ്പൺ സ്പേസസ് ആണ്. ഈ വേക്കൻറ്റ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് അത് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ലാൻഡാണ്. സോ ഇൻ ഫ്യൂച്ചർ അവിടെ എന്തായാലും തീർച്ചയായും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ അതിനോട് ബാക്കി 2 സൈഡിലായിട്ട് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലസ്റ്റേർഡ് ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ക്ലൈമാറ്റിക് ഡയഗ്രാംസ് ആണ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ. ഇതാണ് സൈഡിൻ്റെ പ്ലാൻ. Starting with this is the lowest point and this is the highest point. സൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ നടുക്കൂടെ ഒരു പബ്ലിക് റോഡ് പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിലുള്ള ഒരു സൈഡിലേക്കുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ നടുക്കുള്ള ഒരു റോഡാണ്. ഇതിപ്പം ഒരു ടാർ റോഡല്ല, ഒരു മഡ് റോഡാണ്.
ബട്ട് അതിലേക്കൂടാണ് പബ്ലിക്കിൻ്റെ ആക്സസ് ഈ റോഡിലേക്കുള്ളാണ് പോകുന്നത്. ഇപ്പോൾ ഇതാണ് സൈറ്റ് സെക്ഷൻസ്. സൈറ്റിൻ്റെ അടുത്തുള്ള ഹിസ്റ്റോറിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഔറംഗാബാദ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര റിച്ചാണ്. ഹിസ്റ്റോറിക്കൽ ആർക്കിടെക്ചറലി വാല്യൂ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണുമെൻറ്റ്സും ബിൽഡിങ്സും ഔറംഗാബാദിൽ നിരവധിയുണ്ട്. അതിൽ കുറച്ചാണ് ഒന്ന് ബീബിക മക്ബറ, സോനേരി മഹൽ, ഔറംഗാബാദ് കേവ്സ് അങ്ങനെ തുടങ്ങിയ. പിന്നെ വേറൊരു മെയിൻ അട്രാക്ഷൻ നേരത്തെ മെൻഷൻ ചെയ്ത ഗോഗാബാബ ഹിൽ തന്നെയാണ്. വലിയൊരു ഹില്ലാണ്, അതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. ഈ ബീബിക മക്ബറയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 to 2 kilometers ആണ് ഫ്രം ദി സൈറ്റ് വരുന്നത്. ഒരു ഗവൺമെൻറ് പ്രൊപ്പോസലിൻ്റെ ഒരു ട്വീറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും പിന്നെ ഒരു ന്യൂസ് ആർട്ടിക്കിളും. ഇത് പ്രപ്പോസ് ചെയ്ത് 2017 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. SPA ഔറംഗാബാദിൽ ഉടനെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള. ഈ SPA ഔറംഗാബാദിൽ ഈ സൈറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള അതിൻ്റെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അപ്ലിഫ്റ്റ്. കാരണം ഈ നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു എഡ്യൂക്കേഷൻ സോണിലില്ല. സോ ബേസിക്കലി അത് വരുമ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അപ്ലിഫ്റ്റ്മെന്റ് എന്ന രീതിയിൽ വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല ബാക്കിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു ഇൻറ്റഗ്രേഷൻ മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ്. ഡയഗ്രാംസ് ആണ് ഡിഫറെൻറ്റ് ഡ്രൈനേജ്, മൂവ്മെന്റ്, പൊല്യൂട്ടൻസ് ആൻഡ് സൺബാത്ത്. അത് ഡിഫറെൻറ്റ് സെൻസറീസ് ആണ്. അതായത് ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു ഗോഗാബാബ ഹില്ലിൻ്റെ ഒരു വരുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിയർ സൈഡിലായിട്ടാണ് വരുന്നത്. ഈ സൈഡിലൊരു വേക്കൻറ്റ് ലാൻഡാണ് റിസർവ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ദ റൈറ്റ് സൈഡ് ഷോഡ് ദ വിൻഡ് പാത്ത് ഡ്യൂറിങ് ഡിഫറെൻറ്റ് മന്ത്സ്. പിന്നെ ഇതിൻ്റെ മെയിൻ SWOT അനാലിസിസ് ആണ്. ഇതിൻ്റെ SWOT അനാലിസിൽ ഫസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. കാരണം ഈ എഡ്യൂക്കേഷൻ സോൺ ആയതുകൊണ്ട് തന്നെ ഇത് ബേസിക്കലി ഒരു സക്സസ്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുന്നൊരു സംശയമില്ല. മാത്രമല്ല ഇത് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് റോഡ് എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് ആക്സസ്, ഈ റോഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ആണ്, അതേപോലെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയത്. കാരണം ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു ആക്സസിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഓൾറെഡി ഒരു ഇൻബിൽഡ് ആയിട്ടൊരു ഓൾറെഡി ഉള്ളൊരു റോഡ് ഉള്ളത് കൊണ്ട് തന്നെ. വീക്ക്നെസ്സിലേക്ക് വരുമ്പം ഈ സൈറ്റിലേക്ക് വെജിറ്റേഷൻ ഭയങ്കര കുറവാണ്. നാച്ചുറൽ ഷെയ്ഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ റോഡിൻ്റെ വീക്ക്നെസ്സിൽ വരുമ്പം ഈ റോഡ് കാരണം കുറച്ച് പ്രൈവസി, നോയ്സ് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും വരുന്നുണ്ട്. പിന്നെ വരുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സെവറൽ ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഹില്ലിലേക്കുള്ള വ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതും പിന്നെ ലാർജ് ഓപ്പൺ ലാൻഡ് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതും. മാത്രമല്ല ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ SPA ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി അവർക്കും ബെനിഫിറ്റ് ആണ്. മാത്രമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്ന യൂസേഴ്സിനും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻ്റഗ്രേഷൻ പ്ലേ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് പീരിയോഡിക്കായിട്ട് ഡസ്റ്റ് വിൻഡ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെജിറ്റേഷൻ ഇല്ലാത്ത കാരണം ഡസ്റ്റ് വിൻഡ് വളരെയധികം ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഡ്രെയിനേജ്, ഈ നാച്ചുറൽ ഷെയ്ഡിങ്സ് ഇല്ലാത്ത കാരണം ഈ വെള്ളം ഒഴുകി ഈ ഒരു പിറ്റ് ഫോം ചെയ്തിട്ടുണ്ട് സൈഡിൻ്റെ ഒരു എൻഡിലായിട്ട്. സോ ഇതാണ് ഡിസൈൻ ഡെവലപ്മെൻറ്റ് ചെയ്ത്. ഇത് ബേസിക്കലി 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ്. ഒന്ന് പബ്ലിക് ആയിട്ടുള്ള യൂസർ, ഒന്ന് അക്കാഡമിക്കലി കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ടുള്ള 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസറിനെ ഒരു സിംഗിൾ റൂഫിൽ കൊണ്ടുവരുന്നു. അറ്റ് ദ സെയിം ടൈം രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, അതായത് അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രീതിയിൽ. സോ ഇത് അക്കാഡമിക് പബ്ലിക്കിന് വേണ്ടി ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് വേണ്ടി ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ട് ഈ അക്കാഡമിക്കിനെ കൂടെ പബ്ലിക്കിനെയും കൂടെ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്നു. ഇതാണ് മെയിനായിട്ട് വരുന്ന ഫോം ഡെവലപ്മെൻറ്റ്, പബ്ലിക് പ്ലാസയുടെ ഫോം ഡെവലപ്മെൻറ്റ്. ഈ ഒരു ബേസിക് ഫോമിൽ തുടങ്ങി ബേസിക് ഫോം അച്ചീവ്ഡ് ഫ്രം ദി റിക്വയർഡ് ഏരിയാസ്. ആ റിക്വയർഡ് ഏരിയാസിൽ നിന്ന് അച്ചീവ് ചെയ്ത ഒരു ബേസിക് ഫോമിൽ നിന്ന് ഒരു സെൻട്രൽ കോർട്ട് ഉണ്ടാകും. മീൻസ്
ആ ഒരു സ്പേഷ്യൽ ക്വാളിറ്റിക്ക് ആ ഒരു ഓപ്പൺനെസ്സിന് വേണ്ടി അത് ഒരു സൈഡ് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ടുവാർഡ്സ് ദി റോഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പബ്ലിക്കിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലൊരു ഓപ്പൺ ചെയ്യുന്നു. അതൊരു എക്സ്ട്രോവേർട്ടുള്ള രീതിയിലുള്ളൊരു ടൈപ്പോളജിയിലുള്ളൊരു ബ്ലോക്ക് വരുന്നു. അതിലേക്ക് സർക്കുലേഷൻ, ആംഫി തിയേറ്റർ അങ്ങനത്തെ കുറച്ച് ഓരോരോ ആഡ് ചെയ്യുന്നു, ഓരോരോ പാരാമീറ്റേഴ്സ്. അതിലേക്ക് പീപ്പിൾ, ലാൻഡ്സ്കേപ്പ് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ലൈവ്ലി ആയി ഒരു പബ്ലിക് പ്ലാസ ഒരു ഫോമായി വരും. സോ അക്കാഡമിക് ബ്ലോക്കിലേക്ക് വരുമ്പം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് ചേഞ്ച് എന്ന് പറയുന്നത് ഈ എക്സ്ട്രോവേർട്ടായിട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പകരം കുറച്ചൊരു ഇൻട്രോവേർട്ടായിട്ട് ആണ് ചെയ്തേക്കുന്നത്. കാരണം ഈ അക്കാഡമിക് ബ്ലോക്ക് കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് സോണാക്കി മാറ്റാൻ വേണ്ടി പുറത്തേക്കുള്ള വ്യൂസ് മാക്സിമം ബ്ലോക്ക് ചെയ്തിട്ട്, പുറത്തുള്ള വ്യൂസ് ആയാലും നോയ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാം ഒരു ഇൻട്രോവേർട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന രീതിയിലേക്കാണ് ഇത് ചെയ്തിരുന്നത്. സോ ഈ ഒരു പബ്ലിക് ബ്ലോക്കും ഈ ഒരു അക്കാഡമിക് ബ്ലോക്കും തമ്മിലൊരു ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാണ് ഫൈനലായിട്ട് വരുന്നത്. ഇത് ഈ രണ്ട് ഫോമും കണക്ട് ചെയ്യുന്നത് ഒരു സ്പൈനൽ ഒരു ലീനിയർ ആയിട്ടുള്ളൊരു സർക്കുലേഷൻ പാത്താണ്. ഇത് ആക്ച്വലി ഒരു വിഷ്വൽ കണക്ഷനും തരുന്നുണ്ട്. അത് ഈ ഒരു എൻഡിൽ നിന്ന് ആ ഒരു എൻഡ് വരെ കാണുന്ന രീതിയിലുള്ള ഒരു കണക്ഷനും തരുന്നുണ്ട്. ഇതാണ് സോണിങ് വരുന്നത്. സോണിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഹോസ്റ്റൽസ് ഇതേപോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഈ സൈറ്റിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് സോൺ ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡിലേക്ക് സോൺ ചെയ്തേക്കാണ്. ഇതിൻ്റെ സർവീസസ് റോഡായിട്ട് ഈ ഒരു പാർട്ട് സർവീസിനായിട്ട് പോകുന്നു, സർവീസ് റോഡായിട്ട്. അതാണ് ഇതിൻ്റെ ബബിൾ ഡയഗ്രാംസ്, അതായത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഓരോ സ്പേസസ് തമ്മിലുള്ള അഡ്ജസ്റ്റൻസിയും കാണിക്കുന്ന ഒരു ബബിൾ ഡയഗ്രാംസ് ആണിത്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ്, അതായത് ഈ അക്കാഡമിക് സോണിന് അവരുടെ സ്റ്റുഡിയോസിൻ്റെ ഒക്കെ റിയൽ സൈഡിലായിട്ട് ഒരു പ്രൈവറ്റ് ഓപ്പൺ സ്പേസസ് പോലെ ഒരു മിനി ആംഫി തിയേറ്റർ പോലെ വീട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പബ്ലിക് പ്ലാസയിൽ വരുന്ന സ്കെയിൽ എന്നൊരു ഫാക്ടർ, അതിനെ നോക്കുമ്പോൾ ആക്ച്വലി ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ് സ്കെയിൽ എന്നൊരു ഫാക്ടർ. അത് ചെറിയ ലെവൽ പിന്നെ ഹയർ ലെവൽ അങ്ങനെ രീതിയിലാണ് ട്രാൻസിഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നതാണ് ഹൈറാർക്കി, അതായത് പബ്ലിക്, സെമി പബ്ലിക്, പ്രൈവറ്റ് ഏരിയയിലേക്ക് വരുന്നൊരു ഹൈറാർക്കി. പിന്നെ വരുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിനകത്ത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ബഫർ ചെയ്യുന്ന രീതിയിൽ ബഫർ ചെയ്തിട്ട് അതായത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ചെയ്യണം, അത് ബ്ലോക്ക് ചെയ്തിട്ട് ഇത് ബഫർ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്തിരിക്കണം. ഈ വരുന്നത് ഡിസൈൻ ഷീറ്റ്സ് ആണ്. ജസ്റ്റ് ആ ഒരു കൊറിഡോറിൻ്റെ വ്യൂ ആണ്, ഇത് ഐസോമെട്രിക് വ്യൂ ആണ് ഹോൾ ബ്ലോക്കിൻ്റെ. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പബ്ലിക് പ്ലാസ, ഇത് ആണ് അക്കാഡമിക് സോൺ വരുന്നത്. ഇതാണ് മെയിനായിട്ട് മാസ്റ്റർ പ്ലാൻ വരുന്നത്. സോ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്, ഇതാണ് സൈഡിലേക്കുള്ള എൻട്രി. ഇവിടെ നിന്ന് നേരെ വന്ന് ഇവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നു. ഈ ഒരു ഏരിയ ഒരു പാർക്കിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, 2 വീലർ ആൻഡ് 4 വീലർ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഓഡിറ്റോറിയം, അതായത് പബ്ലിക് മെയിനായിട്ട് ഒരു പബ്ലിക് ബിൽഡിങ്ങിന് വേണ്ടി ഓഡിറ്റോറിയം അഡ്മിന്ന് പെട്ടെന്നുള്ള വ്യൂസിനും എല്ലാത്തിനും ആക്സസിനും വേണ്ടി ഓഡിറ്റോറിയം അതിനോട് തന്നെ ചേർന്ന് തന്നെ സോൺ ചെയ്തിരുന്നു. അതിനോട് ചേർന്ന് ഡ്രോപ്പ് ഓഫിൽ നിന്ന് നേരെ അഡ്മിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഗാലറി മ്യൂസിയം സ്പേസ് ആണ്. ഇത് ഈ ഒരു പാർട്ട് എന്നത് പിലോട്ടിൽ റൈസ്ഡ് ആണ്, മുകളിലത്തെ പാർട്ട് മാത്രം കാണുന്ന രീതിയിൽ. പിന്നെ വരുന്നത് ലാബ്സ്, പിന്നെ നടുക്കായിട്ട് വരുന്ന ഒരു ആംഫിയാണ്. ഇത് പിന്നെ ഈ ഒരു പാർട്ട് വരുന്നതിനോട് ചേർന്ന ഈ ആംഫി തിയേറ്റർ പബ്ലിക് ആയിട്ടുള്ള സർവീസസ് ആണ്, ഈ കഫേ, ടോയ്ലറ്റ്സ്, ഡൈനിങ് അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു പാർട്ട് വരുമ്പം വർക്ക്ഷോപ്സ് വരും. പിന്നെ വരുന്നത് ഈ ഒരു എഡ്ജ് ജൂറി റൂംസ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് പബ്ലിക് ആയിട്ടുള്ള ഓപ്പൺ ജൂറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു പാർട്ടിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ചേർന്നൊരു ലൈബ്രറി. ഈ ഒരു ആംഫി തിയേറ്ററിന് ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ എല്ലാ ബിൽഡിങ്സും ഓറിയൻറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പബ്ലിക് സ്ക്വയറിനകത്ത്. സോ നേരെ വരുമ്പോൾ ബാക്കി വരുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സോണിലേക്കാണ് പിന്നീട് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അക്കാഡമിക് പർപ്പസിന് വേണ്ടിയാണ്. ഈ അക്കാഡമിക് പർപ്പസിന് ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ടൊരു പ്ലേ ഏരിയനെ എന്ന രീതിയിലൊരു സെൻട്രൽ കോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ബിൽഡിംഗ് ആണ് ജസ്റ്റ് ഒരു SSA സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി, അതായത് അവരുടെ ഗ്യാതറിങ്ങും ഈ ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ സൊസൈറ്റി ഓഫ് സ്റ്റുഡൻസ് ആർക്കിടെക്ട്സ് അതിൻ്റെ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഈ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഈ സൈഡിൽ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ അങ്ങനത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്യൂർലി പ്രൈവറ്റ് ആയിട്ടുള്ള സോണാണ്. ഇത് രണ്ടുമാണ് ഗേൾസ് ബോയ്സ് ഹോസ്റ്റലും, പിന്നെ ഇത് ഫാക്കൽറ്റി ഹൗസിംഗ് ആണ്. പിന്നെ അവിടെ ചേർന്ന ഒരു ലാർജ് വാട്ടർ ടാങ്കും ടവറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു സൈറ്റ് സെക്ഷൻ. അഡ്മിൻ ബ്ലോക്ക് വരുന്നത് ഒരു 10 ആംഫി തിയേറ്ററിൽ വേണ്ട ഒരു ഇമേജാണ് ആംഫി. ഞാൻ നേരത്തെ പറഞ്ഞ റൈസ്ഡ് ബിൽഡിംഗ് ഗാലറി. പബ്ലിക് പ്ലാസയുടെ ഒരു സെക്ഷണൽ പെർസ്പെക്റ്റീവാണ്. ഇത് ആംഫിയതിനോട് ആംഫിയെ ഫോക്കൽ പോയിന്റ് ആയിട്ട് ഓറിയന്റ് ചെയ്തേക്കുന്ന ബാക്കിയുള്ള ബിൽഡിങ്സ് വരുന്നു. സ്റ്റുഡിയോസ് ബ്ലോക്കിന്റെ ഒരു സെക്ഷണൽ പെർസ്പെക്റ്റീവാണ്. മുകളിലത്തെ സ്റ്റുഡിയോ ഒരു മെസനൈൻ ഫ്ലോർ ഉണ്ട്, അതായത് ക്ലാസ് റൂംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെസനൈൻ ഫ്ലോർ. നേരത്തെ പറഞ്ഞാൽ പ്രൈവറ്റ് ഓപ്പൺ സ്പേസ്, അവർക്ക് ഗ്യാദർ ചെയ്യാവുന്ന അവരുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഗ്യാദർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ പ്ലേ ഏരിയ നടുക്കുള്ള ഒരു സ്പേസ്. ഇതാണ് അവരുടെ ക്ലാസ് റൂം ബിൽഡിങ്സിന്റെ ചെറിയൊരു മിനി ആംഫി തിയേറ്റർ ഒരു സെക്ഷനാണ്. ഇതൊരു സൈറ്റ് സെക്ഷൻ. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു അഡ്മിൻ ബ്ലോക്ക് ഓഡിറ്റോറിയം ബ്ലോക്കിന്റെ പ്ലാൻ. ഇവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് ഈ ഒരു സൈഡിലെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഡൈനിങ് അങ്ങനത്തെ കാര്യങ്ങളും, ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ പ്രിൻസിപ്പൽസ് റൂം, ഡീൻസ് റൂം അങ്ങനത്തെ കാര്യങ്ങളിൽ ഈ സൈഡിലേക്ക് ഒരു സോൺ ചെയ്ത് അടുക്കായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് റിസപ്ഷൻ എന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഫസ്റ്റ് ഒരു അസംബ്ലി പോയിന്റ് ആണ്. ഈ ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അസംബ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലാർജ് ഓപ്പൺ സ്പേസസും ഈ ഓഡിറ്റോറിയത്തിൻ്റെ അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഡ്രസ്സിംഗ് റൂംസ്, ഗ്രീൻ റൂം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രണ്ട് സൈഡിലായിട്ട് സോൺ ചെയ്തിട്ട് ഗസ്റ്റിൻ്റെ ടോയ്ലറ്റ്സ്, ഓഫീസസ് എല്ലാം അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഓറിയൻറ്റ് ചെയ്തു. പിന്നെ ഇതിനോട് ചേർന്ന് ഈ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർവീസസ് വരുന്നുണ്ട്, പമ്പ് റൂം, ഇലക്ട്രിക്കൽ റൂം, ജനറേറ്റർ റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നതാണ് ലാബ്സ്, വർക്ക്ഷോപ്പ്, ആ ഒരു സോൺ ബ്ലോക്കിൻ്റെ ഫ്ലോർ പ്ലാൻസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു L ഷേപ്പിലുള്ള റൈസ്ഡ് ബിൽഡിങ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു സെമിനാർ ഹാൾ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ഹാൾ എന്ന രീതിയിൽ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഗ്യാതറിങ് സ്പേസ് ആയിട്ടാണ് ഇതിൻ്റെ അടിവശം യൂസ് ചെയ്യുന്നത്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ സ്പേസ് ആണ് അത്യാവശ്യം ഫുൾ വിൻഡോസ് വെച്ച് കാണാൻ പറ്റുന്ന രീതി, അതായത് എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ട്രോഫീസ് ആയാലും വർക്ക്സ് ആയാലും മോഡൽസ് ആയാലും എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ട്, അതായത് ഈ ആംഫി സ്ഥലത്ത് നിന്ന് നോക്കിയാലും ഈ അഡ്മിൻ ബ്ലോക്കിൽ നോക്കിയാലും ഇത് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരുന്നത്. ഈ സൈഡിലായിട്ട് ഇതിൻ്റെ ലാബ്സ് വരുന്നുണ്ട്. ലാബ്സിനോട് ക്ലേ മോഡലിംഗ് ലാബ്സ്, മോഡൽ മേക്കിംഗ് ലാബ്സ് അങ്ങനെ കുറേ അതിൻ്റെ ചേർന്നൊരു യാർഡും കൊടുത്തിട്ടുണ്ട്. യാർഡ് ഇൻ ദ സെൻസ് അതായത് ഔട്ട്ഡോർ യാർഡ്, അതായത് ആ പുറത്തിറങ്ങിയിരുന്ന് വർക്ക്, ഇപ്പം മോഡലിംഗ് ആയാലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാർപ്പൻട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യാർഡ്. പിന്നെ വരുമ്പോൾ ഈ ആംഫിയുടെ സർവീസസ് ആണ് ഈ ഒരു, ഇതൊരു കഫേ, പിന്നെ അതിനോട് പബ്ലിക്കായിട്ടുള്ള ഒരു ടോയ്ലറ്റ്, ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളും. ഈ ഒരു സൈഡിലേക്ക് വരുമ്പം എല്ലാ വർക്ക്ഷോപ്പ് ലാബ്സ് ആണ് വരുന്നത്. ഈ കമ്പ്യൂട്ടർ ലാബ് അങ്ങനത്തെ എല്ലാ ഫോട്ടോഗ്രാഫി ലാബ് അങ്ങനത്തെ ലാബ്സ് വരും. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും അങ്ങനെയാണ്. ഈ വർക്ക്ഷോപ്സിലും സിമിലറാണ്, മുകളിലും താഴെയും വർക്ക്ഷോപ്സ് ആണ്. അക്കാഡമിക് ബ്ലോക്ക്, ആ ഒരു ബ്ലോക്കിൻ്റെ ഒരു ഫ്ലോർ പ്ലാൻ. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സെൻട്രൽ ലൈബ്രറി വരുന്നത്. ലൈബ്രറിയോട് ഒരു ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇതാണ്. അവിടെ ചേർന്നൊരു പർഗോളായിട്ടൊരു പാത്ത് വേ,
പിന്നെ വരുന്നത് ഈ ജൂറി റൂംസ് ആണ്. ഇതൊരു ഓപ്പൺ ജൂറി റൂം, അതായത് പബ്ലിക്കിന് ആക്സസ് ചെയ്യുന്ന രീതിയിൽ അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജൂറി റൂംസ്. ഈ ഒരു പാർട്ടി വെച്ച് റെസ്ട്രിക്റ്റ് ചെയ്യണം പബ്ലിക്കിനെ. പിന്നെ വരുന്നത് ഈ അക്കാഡമിക് സോണിലേക്ക് എൻ്റർ ചെയ്യണം ഈ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ. ഈ സൈഡിലായിട്ട് ക്യാൻറ്റീൻ അങ്ങനത്തെ ടോയ്ലറ്റ്സ് കോമൺ റൂംസ് എല്ലാം ഈ ഒരു സൈഡിലായിട്ട് സോൺ ചെയ്യുന്നു. പിന്നെ വരുമ്പോൾ ഫാക്കൽറ്റി റൂമാണ്. പിന്നെ ഈ ഒരു കൊറിഡോർ വരുമ്പോൾ കൊറിഡോറിൽ നിന്ന് നേരെ ഫാക്കൽറ്റി റൂം, അവരുടെ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ്സ്, ഡൈനിങ്, കോൺഫറൻസ് ഹോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വരുമ്പോൾ ബാക്കിയെല്ലാം സ്റ്റുഡിയോസാണ്. ഈ സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് പാർട്ടീഷൻ ചെയ്തത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ്. അതായത് ഒരു സിംഗിൾ സ്റ്റുഡിയോ യൂസ് ചെയ്യാം, അറ്റ് ദ ടൈം ഡബിൾ സ്റ്റുഡിയോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. ഇതും മുകളിലെ ക്ലാസ് റൂംസ്, ഈ ഒരു പാർട്ട് ഈ ജൂറി റൂമിൻ്റെ സിംഗിൾ ഫ്ലോറാണ് ആ ഒരു ഏരിയ. ബാക്കി വരുന്നതാണ് ഡബിൾ ഫ്ലോർ. ഇവിടെ ലൈബ്രറിയുടെ മെസനൈൻ ഫ്ലോറിൻ്റെ പ്ലാനാണ് അത് കാണിച്ചിരുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ഫാക്കൽറ്റിയുടെ ബാക്കി പാർട്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. ആ ഒരു ഇതാണിത്. കോൺഫറൻസ് റൂം, അവരുടെ HOD അങ്ങനത്തെ കാര്യങ്ങൾ റൂം, മീറ്റിംഗ് റൂം അങ്ങനത്തെ കാര്യങ്ങൾ. ഈ സീൻ ബിലോ, താഴത്തെ ഓപ്പൺ സ്പേസിലേക്ക് സീൻ ബിലോ. ഇത് സ്റ്റുഡിയോ റൂംസ് ആണ്. ഈ സ്റ്റുഡിയോസോട് ചേർന്ന ബാൽക്കണി. ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ പ്രൈവറ്റ് ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വന്നിരിക്കാനും എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതാണ് നേരത്തെ പറഞ്ഞ പർഗോള, അതിൻ്റെ ഒരു വ്യൂ ആണത്. ഞാൻ നേരത്തെ ആ ബാക്കിൽ കാണുന്നതാണ് ആ എക്സിബിഷൻ, ആ ഒരു ബിൽഡിംഗ്. ഇത് ആ ക്ലാസ് റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു മിനി ആംഫി തിയേറ്ററാണ്. ഇത് ആ സ്റ്റുഡിയോ ബ്ലോക്കിൻ്റെ ലെഫ്റ്റായിട്ടൊരു കുണ്ട് എന്ന രീതിയിലൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ റേസ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അടിവശം വരുന്നത്. അതിൻ്റെ അടിവശത്തെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതാണ് ജൂറി സ്പേസ് വരുന്നത്. ഇതിൻ്റെ എൻട്രി ഇതിൽ കൂടെ ഈ ഒരു പാർട്ടി കൂടെയാണ് ഇതിൻ്റെ എൻട്രി ചെയ്യുന്നത്. ഇതാ സ്റ്റുഡിയോ ബ്ലോക്കിൻ്റെ കൊറിഡോർ, ഫസ്റ്റ് ഫ്ലോർ കൊറിഡോറിൻ്റെ ഒരു വ്യൂ ആണ്. ആക്ച്വലി ഇതൊരു ജാലീസൊക്കെ യൂസ് ചെയ്ത് ലൈറ്റും വെന്റിലേഷനും ചെയ്യാൻ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു. ഇതാണ് നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോ ബ്ലോക്കിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്പേസ് ഇതിലുണ്ട്. ഇതാണ് നടുക്ക് വരുന്ന ആ ഒരു പ്ലേ ഏരിയ അക്കാഡമിക് ബ്ലോക്കിൽ. അതിൻ്റെ സർവീസ് പ്ലാൻ ആണ്. സെപ്റ്റി ടാങ്ക്, വാട്ടർ ടാങ്ക് എന്നാണ് വരുന്നത് സോൺ ചെയ്തിരിക്കുന്നത്. ഇതാ ക്യാൻറ്റീനും അക്കാഡമിക് ബ്ലോക്കിനും ഇടയ്ക്ക് വരുന്ന ഒരു സ്പേസ് ആണ്. ഇതൊരു റോക്ക് കൊടുത്തൊരു അബ്സ്ട്രാക്ട് എന്ന രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒരു അബ്സ്ട്രാക്ട് ഇമേജ് കൊടുക്കുന്ന രീതിയിൽ. ഇതാണ് ആ സ്റ്റുഡിയോ ബ്ലോക്കിൻ്റെ കൊറിഡോർ നിന്നുള്ള വ്യൂ ആണ്. അതിൻ്റെ പുറത്തുനിന്ന് ആ പ്ലേ ഏരിയയിലേക്കുള്ള ഒരു വ്യൂ ആണിത്. ഒരു ഐസോമെട്രിക് മോഡൽ വ്യൂ ആണ്. ഇനി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഹെഡിങ് എന്ന് പറയുന്നത് ഹെൽത്തി ക്യാമ്പസ് ബൈ ഓപ്പൺ സ്പേസ് ഡിസൈൻ ആണ്. ആക്ച്വലി യൂണിവേഴ്സിറ്റി എന്നൊരു ആക്ട് ചെയ്യുന്ന ഒരു പവർ, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഇപ്പം പലതരത്തിലുള്ള സർവേസ് ആയാലും സ്റ്റഡീസ് ആയാലും കാണിക്കുന്നത് ഓരോ സ്റ്റുഡൻസും പലതരത്തിലുള്ള സ്ട്രെസ്സും അങ്ങനത്തെ ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യുന്നുണ്ടാണ്. അതിൽ ഈ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ വഹിക്കുന്ന പങ്ക് വളരെയധികം വലുതാണ്. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഈ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്പൺ സ്പേസുള്ള ക്യാമ്പസ് ഡിസൈൻ ചെയ്യുന്നത് ഈ സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റുഡൻസിൽ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഈ ഹെൽത്തി ക്യാമ്പസിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതിൽ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് അപ്രോച്ചസ്, 3 ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ആണ്. ലാൻഡ്സ്കേപ്പ് ഡിസൈന്, സ്പേഷ്യൽ ഡിസൈൻ ആൻഡ് ഗ്രീൻ ഡിസൈൻ. സോ ഇതിൽ ലാൻഡ്സ്കേപ്പ് ഡിസൈനിൽ വരുന്നത് മെയിനായിട്ട് ഈ ലോൺ, ട്രീസ്, പോണ്ട്, സ്കൾപ്ചർ അങ്ങനത്തെ കാര്യങ്ങളാണ്.
ഈ ലാൻഡ്സ്കേപ്പിൽ മെയിനായിട്ട് ഓരോ ഫോക്കൽ പോയിന്റ് ആയിട്ട് നമുക്ക് ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റലേഷൻ അങ്ങനത്തെ രീതിയിൽ ഒക്കെ ഡിസൈൻ ചെയ്യാം. അതല്ല ഈ ലോൺസ് അങ്ങനത്തെ പ്ലാൻസ് അങ്ങനത്തെ രീതിയിലും ഡിസൈൻ ചെയ്യാനാണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലാൻഡ്സ്കേപ്പ് ഡിസൈൻസ് ഓൺ ഓപ്പൺ സ്പേസസ്. പിന്നെ വരുന്നതാണ് സ്പേഷ്യൽ ഡിസൈൻ. സ്പേഷ്യൽ ഡിസൈനിനകത്ത് വരുന്നത് കോർട്ട്യാർഡ് അങ്ങനത്തെ കാര്യങ്ങളാണ്. കോർട്ട്യാർഡ് സർക്കുലേഷൻ, പ്രൈവസി, പിന്നെ വ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ലാൻഡ്സ്കേപ്പിൽ ഞാൻ കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിരിക്കുന്നത് സെപ്റ്റിൻ്റെ ലോണ സ്പേസ്, പിന്നെ MITയിലെ ഒരു ഇൻസ്റ്റലേഷൻ, അതായത് ഫോക്കൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റലേഷൻ, പിന്നെ HQ അവിടുത്തെ ഒരു പോണ്ട്, ലില്ലി പോണ്ട്, അങ്ങനത്തെ കുറച്ച് ഇതാണ് കേസ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സ്പെഷ്യൽ ഡിസൈൻ അറ്റ് ദ ടൈം കോർട്ട്യാർഡ് സ്പേസ് ആയിട്ട് എടുത്തിട്ട് സെപ്റ്റിലെ കോർട്ട്യാർഡ്സ്, പിന്നെ NID അഹമ്മദാബാദിലെ കോർട്ട്യാർഡ്സ്, ഇതെല്ലാം ആ ഒരു കോറിഡോറിൽ നിന്നുള്ള വ്യൂസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ ടൈം ഒരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഡിസൈനിൽ അണ്ടറിൽ വരുന്നതാണ് സർക്കുലേഷന് ഒരു ക്യാമ്പസിൻ്റെ ഒരു സ്പേഷ്യൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു സർക്കുലേഷനിലൂടെയാണ്. ഈ പലതരത്തിലുള്ള ഓപ്പൺ സ്പേസസ് കണക്ട് ചെയ്യുന്ന ഒരു ആക്സിൽ സ്ട്രീറ്റിലായിരിക്കും. ഈ ഒരു ആക്സിൽ സ്ട്രീറ്റ് ആയിരിക്കും ആ ഒരു ക്യാമ്പസിൻ്റെ സ്പേഷ്യൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സർക്കുലേഷൻ കൊണ്ട് പലതരത്തിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ മീൻസ് പല റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, പിന്നെ പലതും അവോയ്ഡ് ചെയ്യാൻ പറ്റും, പലതും അവരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ പലതരത്തിലുള്ള ഫീച്ചറാണ് ഈ സർക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് സെപ്റ്റിൻ്റെ സർക്കുലേഷൻ പ്ലാനാണ്. അത് ഒരു ഓപ്പൺ സ്പേസിൽ നിന്നൊരു ബിൽഡ് സ്പേസിലേക്കുള്ള ഒരു ട്രാൻസിഷനും കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ഫാക്ടറാണ് പ്രൈവസി. പ്രൈവസി ഒരു ഫാക്ടറാണ്. ഓരോ സ്റ്റുഡൻസ് അവരുടേതായിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു പ്രൈവറ്റായിട്ടുള്ള സ്പേസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് നൽകുന്നതിലൂടെ അവരുടെ ഇൻട്രാക്ഷനും അവരുടെ തമ്മിലുള്ള കെമിസ്ട്രിയും ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതല്ല അവർ തമ്മിലുള്ള നോളജ് ഗെയിനിങ് പവറും കൂടുന്നു. പിന്നെ വരുന്നതാണ് ഗ്രീൻ ഡിസൈൻ. ഇത് ഓരോ ഓപ്പൺ സ്പേസും ഒരു എക്കോസിസ്റ്റമാണ് പെർസീവ് ചെയ്യുന്നത്. അത് ഓരോ എക്കോസിസ്റ്റം വിച്ച് ഓഫേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സസ്റ്റൈൻസ് ക്രിയേച്ചേഴ്സ്, പിന്നെ ഓഫർ ഹാബിറ്റൻസ്, പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പിന്നെ ആ ഒരു എക്കോസിസ്റ്റം ഒരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്പേസസ് ആവുക. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് നിഡിലെ ആ ഒരു തിക് വെജിറ്റേഷൻ അവിടെ കാണുന്ന ഒരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റിംഗ് ലാൻഡ്സ്കേപ്പ് എല്ലാം. ഇത് എൻ്റെ ഡിസൈനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം മെയിനായിട്ട് ലാൻഡ്സ്കേപ്പ് ഡിസൈനിൽ മെയിനായിട്ട് ഓരോ സ്പേസസിലുള്ള ലാൻഡ്സ്കേപ്പ് ഈ ഒരു അപ്രോച്ചസ് ഫോളോ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പേഷ്യൽ ഡിസൈനിൽ വരുമ്പോൾ ഓരോ കോർഡോഴ്സ് കണക്ട് ചെയ്യുന്ന വ്യൂസും അതിലേക്ക് എങ്ങോട്ടൊക്കെയാണ് ഓപ്പണിങ് ചെയ്യുന്നത്, എങ്ങോട്ടൊക്കെയാണ് ക്ലോസ് ഡൗൺ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് റെസ്ട്രിക്റ്റ് എല്ലാം ഈ ഒരു ഡിസൈനിൽ നോക്കിയിട്ടാണ്. പിന്നെ വരുന്ന ഗ്രീൻ ഡിസൈനിൽ ആ ഒരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഒരു അവിടുത്തെ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. So that's all. Thank you.